ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പഞ്ചാബിലെ ആർമി ക്വാർട്ടേഴ്സിൻ്റെ ഹോം ടൂർ കണ്ടാലോ ഗായ്സ്. ഞാനിപ്പോൾ പഞ്ചാബിലാണുള്ളത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നാട്ടിലെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ പരിമിതികളുണ്ടാകുമെന്നും സൗകര്യക്കുറവുണ്ടാകുമെന്നല്ല അറിഞ്ഞു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇഷുക്കുട്ടീനെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം അവൾ ഇവിടെ സെറ്റാവുമോ പൊരുത്തപ്പെടുമോ എനിക്കറിയില്ല. കാരണം ഞാൻ കുറേ കാലം ക്വാർട്ടേഴ്സിൽ നിന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ എങ്ങനെയാണെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ വീട് എത്ര മനോഹരമാക്കി വെക്കാൻ പറ്റും അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, മനോഹരമായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ കാണാം. അപ്പോൾ ഞാൻ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ടിൽ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ചേർന്ന് ചെയ്തതാണ് കേട്ടോ. ഈ സ്റ്റെൻസിൽ വർക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ ഷേപ്പ് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിബിൻ ജോസഫ് എന്ന് പറയുന്ന ഇക്കാൻ്റെ ഫ്രണ്ടാണ് ചെയ്തത് കേട്ടോ, ഇക്കാൻ്റെ കൂടെ നിന്നിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ റീച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ ക്വാർട്ടർ, അതായത് നമ്മുടെ ഫ്ലാറ്റ് ഇവിടെയാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ കൊച്ചു സ്വർഗം. അപ്പോൾ ഇക്കാൻ്റെ നൈം പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വീടിന് പിന്നെ പേരിട്ടിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ നാട്ടിലെ വീടിൻ്റെ പേര് തന്നെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്, പേൾ നെസ്റ്റ്. അപ്പോൾ നമുക്ക് നാട് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വാർട്ടറിൻ്റെ പുറം ഭാഗത്ത് ഞാനിതുപോലെ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയാലോ. അകത്ത് വന്നിട്ട് നമ്മൾ കോഫി ബ്രൗൺ, ക്രീം കളർ പ്ലസ് പർപ്പിൾ കളർ, ഇങ്ങനെ ഒരു 3 തീമിൽ ഗോൾഡൻ ഷെയ്ഡും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഞാനിവിടെ ഇൻറ്റീരിയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻറ്റീരിയർ എന്നല്ല കേട്ടോ, ഉള്ളതിനെ ഒരു തീം ബേസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കയറുമ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റിന് പ്ലസ് വന്നിട്ട് നമ്മുടെ ഇൻവെർട്ടറിന് ഞാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ പീസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പ്ലാന്റില്ലേ അതിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറുമ്പോൾ കാണുന്ന ആ ഒരു ക്ലോക്കാണിത്. പിന്നെ സൈഡിൽ വന്നിട്ട് ഇതുപോലൊരു വാൾ മെറ്റലിൻ്റെ ആർട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുന്ന ബാൽക്കണിയുടെ ഡോറാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ ടേബിൾ. അപ്പോൾ ഹോളിൽ തന്നെയാണ് ഡൈനിങ് ടേബിളും നമ്മുടെ ലിവിങ്ങും രണ്ടും കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ലിവിങ്ങും ഡൈനിങ് ടേബിളും കൂടെ നമ്മൾ ഈ ഒരു ഹോളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഡോർ നേരെ നമ്മൾ കതവ് തുറന്ന് നേരെ കാണുമ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഹോം ടൂർ കണ്ടിട്ടുള്ളവർക്കറിയാം എനിക്ക് ഈ മെറ്റൽ വാൾ ആർട്ടിനോടുള്ള ഒരു ക്രേസ്. അപ്പോൾ ഞാൻ ഇവിടെ അത് വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഇവിടെ വാങ്ങിയ സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ കളഞ്ഞിട്ട് പോകില്ല, ഇതെല്ലാം നാട്ടിൽ കൊണ്ടുപോകും. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ഹോൾഡറൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ കോട്ടയാട് ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു കോട്ടയാട് ഞാൻ ഓർമ്മിക്കുന്ന വിധത്തിൽ അതേ സ്റ്റാൻഡ് വാങ്ങി ഇൻഡോർ പ്ലാന്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ലക്കി ലില്ലി അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലഗ് പോയിൻ്റ് അനുസരിച്ച് ഈ TV, ഫ്രിഡ്ജ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്താണ് പോയിൻ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തിന് TVയും ഫ്രിഡ്ജും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. അതായത് സോഫ സെറ്റൊന്നും ഇവിടെ കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഉള്ള ചെയറിൽ കുഷ്യനൊക്കെ വെച്ച് കാർപ്പറ്റൊക്കെ വിരിച്ച് ഒരു ചെറിയ സോഫ കോർണർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയാണ് TV യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോളിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് ഗൈസ്. ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തുനിന്ന് നോക്കുമ്പോൾ വെളിഭാഗത്ത് ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കണ്ടാലോ ഗൈസ്. മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് ഇതിനകത്തൊരു ബെഡും പിന്നെ ഇച്ചുവിൻ്റെ സ്റ്റഡി ടേബിളും ഡ്രസ്സിങ് യൂണിറ്റും ഇതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കോഴിയാണോ താറാവാണോ ഞാൻ ടവലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാനും ഇക്കായും തമ്മിൽ ഇപ്പോഴും തർക്കം നടക്കുന്നേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇച്ചുക്കുട്ടിൻ്റെ ടെഡിയും വെച്ചിട്ടുണ്ട്. പിന്നെ വാളിൽ വന്നിട്ട് ഇതുപോലെ 2-3 വാൾപേപ്പർ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. ഇവിടെയാണ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് ഒരു കബോർഡ് വരുന്നത്. ഈ കബോർഡിനകത്താണ് എൻ്റെയും ഇഷുക്കുട്ടിൻ്റെ ഡ്രസ്സെല്ലാം ഈ കബോർഡിനകത്താണ് വെച്ചേക്കുന്നത്. ഇക്കാൻ്റെ വന്നിട്ട് മറ്റേ ബെഡ്റൂമിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ എൻ്റെ ഇഷുക്കുട്ടിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇഷുക്കുട്ടീൻ്റെ സ്റ്റഡി ടേബിൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ചൂടായാലും തണുപ്പായാലും നമ്മൾ ഹീറ്ററും കൂളറൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ ഈ റൂമിലായിരിക്കും അത് ഉണ്ടാവുക. അതുകൊണ്ട് ഇഷുക്കുട്ടിയെ ഞാൻ ഇവിടെ ഇരുത്തിയാൽ പഠിപ്പിക്കാം. അപ്പം നമ്മുടെ ബെഡ്റൂം കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഹോളിൽ തന്നെ ഇങ്ങനൊരു എൻട്രൻസ് കൂടിയുണ്ട്. ഇതുവഴിയാണ് മറ്റേ ബെഡ്റൂമിലോട്ടും കിച്ചണിലോട്ടും
ബാത്റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ വന്നാൽ കാണുന്നത് ഇതുപോലൊരു വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം വെള്ളം പോകാനുള്ള സൗകര്യമൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതാണ് ഗൈസ് നമ്മുടെ ചെറിയ ബാത്റൂം. ബാത്റൂം വന്നിട്ട് ചെറിയ ബാത്റൂമാണ് കേട്ടോ, എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമും ടോയ്ലറ്റും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു വാഷിംഗ് ബാത്റൂം ഏരിയ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗമായിരിക്കുമല്ലോ. ഇവിടെയാണ് എൻ്റെ വർക്ക് സ്റ്റേഷൻ ഗൈസ്. അപ്പോൾ നാട്ടിലെ കിച്ചൺ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം വലിയ കിച്ചണാണ്. പക്ഷേ ഇവിടുത്തെ കിച്ചണും എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. ക്യൂട്ട് കിച്ചണാണ്. അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കിച്ചണിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കിച്ചണിൻ്റെ ടൂർ സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ഞാനിങ്ങനെ എൻ്റെ ടു ഡു ലിസ്റ്റും നമ്മുടെ ക്ലോത്തും ഐറ്റംസും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമാണ്. നമ്മുടെ ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഈ ബെഡ്റൂം വന്നിട്ട് റെഡി ആവാനും പിന്നെ അയൺ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് അഖില പോസ്റ്റിംഗ് ഔട്ടായിട്ട് പോയപ്പോഴത്തേക്ക് തന്നതാണ് കേട്ടോ. താങ്ക് യു അഖില. അപ്പോൾ നമ്മുടെ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ അയണിങ് ടേബിളും ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു കബോർഡിനകത്താണ് ഇക്കാൻ്റെ യൂണിഫോമും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നത്. ഈ ബെഡിൽ ആരും കിടക്കാറൊന്നുമില്ല കേട്ടോ, എന്നാലും ഇങ്ങനെ ബെഡാക്കി സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ കൂളറാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ലോക്കറാണ്. ഇതിനകത്താണ് ഗൈസ് എൻ്റെ മിസ്ലിനിയസ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ മിക്സിയുടെ ജാറ്, റൊട്ടി മേക്കർ, പിന്നെ CST വാങ്ങുന്ന സാധനങ്ങൾ, നാട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരുന്ന സാധനങ്ങൾ, അങ്ങനെയെല്ലാം ഈ ഒരു ലോക്കറിനകത്താണ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കോർണറിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാല, പച്ചരി, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന റൈസ് ഒക്കെ ഈ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റൂം വന്നിട്ട് ഒരു സ്റ്റോറേജ് പ്ലസ് റെഡി ആവുന്ന അങ്ങനെ ഒരു റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ടൂറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പഞ്ചാബിലെ ആർമി ക്വാർട്ടേഴ്സ്. നിങ്ങൾക്ക് എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഹോം ടൂർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ till then, bye.